ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിച്ചൺ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ആദ്യം കാണിച്ച ആ കറുത്ത കളറിലുള്ള ബർണറാണ് ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. എനിക്ക് പോലും വിശ്വസിക്കാൻ വയ്യ ഇത്രയും നല്ല ഇതായിട്ട് എങ്ങനെയാണ് ഇത് ക്ലിയർ ആയതെന്ന്. അപ്പോൾ അതിനായിട്ടൊരു വെറും ഒരു 10 രൂപ മാത്രം മുടക്കിയാൽ മതി. ഒരു 10 രൂപയുടെ ഇനോ എടുത്തിട്ട് ഇത് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ബർണറും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മണിക്കൂർ നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇതെടുത്ത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇനോ എടുക്കുമ്പോൾ പുതിയ ഇനോ തന്നെ എടുക്കണം. വീട്ടിലിരിക്കുന്ന പഴയ ഇനോ ഒന്നും എടുത്ത് ട്രൈ ചെയ്യരുത്, അത് റിസൾട്ട് കിട്ടത്തില്ല. അതിൻ്റെ ഇതൊക്കെ പോയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഡേറ്റ് കഴിഞ്ഞതും പഴകിയതും ഒന്നും എടുത്ത് ട്രൈ ചെയ്യണ്ട. അത് വെറും ഒരു 10 രൂപ മുടക്കി ഒരു പാക്കറ്റ് വാങ്ങിച്ച് പുതിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിയും കൂടെ നോക്കാം. ഒരു കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ച് നമുക്കതൊന്ന് കഴുകാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഡിഷ് വാഷാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി. വിം സ്പ്രില്ലോ എന്തായാലും കൊണ്ട് ഉപയോഗിച്ച് ഇതൊന്ന് നമുക്കൊന്ന് ഉരച്ചൊന്ന് കഴുകിയും കൂടി എടുക്കാം. ഇപ്പോൾ തന്നെ നല്ല റിസൾട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ഇനി ഒരു സ്പോഞ്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്. എനിക്കും തന്നെ ഇത്രയും അത്ഭുതം തോന്നി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും ഒരു കംപ്ലൈൻ്റ് ആണ്, ബർണർ കത്തുന്നില്ല, നന്നായിട്ട് ക്ലീൻ ആവുന്നില്ല, നല്ല കളർ കിട്ടുന്നില്ല, എത്ര കഴിയാലും വെളുക്കുന്നില്ല, പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം. ഇത് സ്റ്റൗ നന്നായിട്ട് കത്തുന്നില്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് നഷ്ടമാവും. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഗ്യാസ് നഷ്ടവും എല്ലാം നമുക്ക് മാറും. നല്ല ബ്ലൂ ക്രീമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഈനോയുടെ കൂടെ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഈനോ മാത്രം കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരോ ബേക്കിംഗ് സോഡയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ ഈനോ ചേർത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ പുതിയ ഈനോ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞതൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, പോകുന്നുണ്ട് അതിൻ്റെ ബ്ലാക്ക് കളറൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ ഒന്നുകൂടെ ആ വയറ് വെച്ച് കൂടെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒന്ന് ഉരച്ചപ്പോൾ നന്നായിട്ട് കളർ കിട്ടുന്നുണ്ട്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ഓയിലായിട്ടുള്ള സ്റ്റിക്കായിട്ടുള്ളതെല്ലാം നന്നായിട്ട് മാറി കിട്ടുന്നുണ്ട്. ആ വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അത് പോകുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി കഴിയുമ്പോൾ ഇനി ഈ ഹോൾസൊക്കെ നന്നായിട്ട് അടഞ്ഞൊക്കെ ഇരിക്കുന്നത് ഈ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയാൽ മതി. ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകി നോക്കിയാൽ മതി. അപ്പോൾ ഇത് എന്തെങ്കിലും ഹോൾസൊക്കെ അടഞ്ഞ് കരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് മറ്റേതും കൂടെ ഒന്ന് കഴുകി നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ അടിപൊളിയായിട്ട് നമുക്ക് നല്ല വെള്ളത്തിലും കൂടെ ടാപ്പിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് ഞാനിപ്പം കാണിച്ചു തരാം. ഇപ്പോൾ ഇനി ബർണർ ഇങ്ങനെ വെളുക്കുന്നില്ല, ക്ലീൻ ആവുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഒന്നും വേണ്ട. അത് ഇനി എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ നോക്കുക എത്ര നല്ല കളറായിട്ടുണ്ടെന്ന്. പുതിയ ബർണർ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ആ സൈഡിലുള്ള ബ്ലാക്കൊക്കെ ആ ബ്രഷ് വെച്ച് ഉപയോഗിച്ച് കഴുകുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അടിപൊളിയാണ്. എല്ലാവരുടെയും സങ്കടമാണ് ബർണറിൻ്റെ പ്രോബ്ലം, ഗ്യാസ് നന്നായിട്ട് കത്തുന്നില്ല. ഞാൻ അടിഭാഗത്ത് എന്നാൽ ഉരച്ചിട്ടുമില്ല, ഇത്രയും നല്ല കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ അതും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.